ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ടാൻജൻസ്, തൊടുവരകളാണ്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് കോണുകൾ ഫൈൻഡ് ചെയ്യാം, കോണുകൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ, ആംഗിൾസ് ഫൈൻഡ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ. പിന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ്, വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 3 ചോദ്യങ്ങളിലും 3 ടൈപ്പ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. In the figure, O is the center of the circle, AB, AC are the tangents, angle ABOC equal to 120 degree, then and radius is 12 centimeter. ഇനി നമുക്ക് മലയാളം ഒന്ന് പറയാം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, AB, AC തൊടുവരകളാണ്, ആംഗിൾ കോൺ BOC ഈക്വൽ ടു 120 ഡിഗ്രി, ആരം 12 സെൻറ്റിമീറ്റർ ആയാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ BAC? കോൺ BAC എത്ര? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോൺ BAC ആണ്. ഈ BAC എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടെത്താനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സർക്കിളിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ടാൻജൻറ്റ്, തൊടുവര എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ടാൻജൻ്റ് ആണ്, അടുത്ത തൊടുവരയാണ് ഇത്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത ഒരു പോയിന്റ് പഠിച്ചത് നമ്മൾ ഇതിൽ ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് BOC എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആംഗിൾ, ഇത് രണ്ടും കൂടെ, ഈ ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക, 180 ഡിഗ്രിയാണ് കിട്ടുക. അതിൽ ഈ ഒരു ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നു 120 ഡിഗ്രി എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ചോദിച്ചത് BAC അല്ലേ, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി അല്ലേ കിട്ടുക. അപ്പോൾ ആംഗിൾ BAC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആംഗിൾ BAC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിൽ നിന്ന് ആ 120 ഡിഗ്രി എന്നുള്ളത് മൈനസ് ചെയ്താൽ മതി. 180 ഡിഗ്രിയിൽ നിന്ന് 120 കുറച്ചാൽ മതി അല്ലേ. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി ആംഗിൾ BAC എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ OAB എത്ര എന്നുള്ളതാണ്. OAB. ഓക്കെ, ഇതാണ് OAB എന്ന് പറഞ്ഞ ആംഗിൾ. ഓക്കെ, ദെൻ ഈ ഒരു ആംഗിള് ഈ OA എന്ന് പറഞ്ഞ ലൈന് ഈ ഒരു ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അതായത് ഈ ഒരു കോണിനെ സമഭാഗം ചെയ്യുന്നു. ഇത് നമ്മൾ 60 ഡിഗ്രി എന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 30 ഡിഗ്രിയും ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയിട്ട് മാറും. കാരണം ടോട്ടൽ 60 ഡിഗ്രിയാണ്, അത് 30 ഡിഗ്രി എന്ന് ബൈസെക്റ്റ് ചെയ്യുക, അതിനെ കട്ട് ചെയ്യും, ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും, തുല്യമായിട്ട് ഭാഗിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടി, 30 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ABAC. ABയുടെയും ACയുടെയും ലെങ്ത് കണ്ടെത്തുക. ABയുടെ ലെങ്ത്തും അതുപോലെ തന്നെ ACയുടെ ലെങ്ത്തും കണ്ടെത്തുക. അതിന് ക്വസ്റ്റ്യനിൽ തന്നത് റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കിളിൻ്റെ ആരം തന്നിട്ടുണ്ട്, അത് 12 സെൻറ്റിമീറ്റർ ആണ്, 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ മക്കളെ, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ നമ്മൾ പഠിച്ചതാണ്, അതായത് റേഡിയസും ആരവും ടാൻജൻറ്റ്, തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചതാണ്. ദെൻ ഇത് 90 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് പഠിച്ചതല്ലേ. നമ്മൾ ഇനി ചാപ്റ്റർ മാറി, നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കയറി, ത്രികോണമിതി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമ്മൾ കയറി. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് വന്നു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്ന് പഠിച്ചതാണ്. അതായത് ഇതിൽ നോക്ക്, 30യുടെ ഓപ്പോസിറ്റ് 12 ആണ്. 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത്, വശം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്, 12 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ്, 60ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 12√3 ആണ്. 12√3 ആണ്. നമ്മൾ പഠിച്ചതാണ് ട്രിഗണോമെട്രിയിൽ, ത്രികോണമിതിയിൽ പഠിച്ചതാണ്. 30യുടെ ഓപ്പോസിറ്റ് 12, 60യുടെ ഓപ്പോസിറ്റ് 12√3. ഇനി 90യുടെ ഓപ്പോസിറ്റ് നമുക്ക് ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. 90യുടെ ഓപ്പോസിറ്റ് 24 എന്നാണ് അല്ലേ. ഈ 12ൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക, 24 എന്ന്.
ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്ടായിരുന്നത് എ ബിയും അതുപോലെ തന്നെ എ സിയും ആയിരുന്നു. എ ബി കിട്ടിക്കഴിഞ്ഞു. എ ബി എന്ന് പറയുന്നത് 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 12√3 ആണ്. എ ബി എന്ന് പറയുന്നത് 12√3 ആണ്. നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുന്ന രണ്ട് ടാൻജന്റിന്റെ രണ്ട് തൊടുവരയുടെ ലെങ്ത് സെയിം ആയിരിക്കും, നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ഇത് 12√3 ആയതുകൊണ്ട് തന്നെ ഇതും 12√3 തന്നെ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് കാൽക്കുലേറ്റ് ദ മെഷർ ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ where PQR are the points touching the sides of the incircle of triangle ABC. നമ്മുടെ മലയാളം മീഡിയം എങ്ങനെയാണ്? ഇതിൽ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടെത്തുക. ഇവിടെ പിയും ക്യൂവും ആറും ഇതിൻ്റെ ഈ ഒരു സർക്കിൾ ഈ ഒരു ട്രയാങ്കിൾ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പി ക്യു ആർ എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ മെഷർ ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആൻസറിലോട്ട് പോവാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ ടാൻജൻസ് തൊടുവരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഒരു സർക്കിളിൽ നമ്മൾ രണ്ട് ടാൻജൻറ്റ് വരച്ചു എന്ന് വെച്ചു. ഇനി അതുപോലെ തന്നെ അതിന് നമ്മളൊരു റേഡിയസും വരച്ചു, രണ്ട് റേഡിയസ്, രണ്ട് ആരങ്ങൾ വരച്ചു. എന്നിട്ട് അതിനൊരു കോഡ്, ഒരു ഞാണും വരച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ആംഗിൾ നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് C/2 ഡിഗ്രി ആയിരിക്കും. C/2 ആയിരിക്കും. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ, പകുതി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും ഈ ഒരു കോണും C/2 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇതുപോലെ ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ, മറുജാപത്തിൽ ഇതുപോലൊരു കോൺ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ്, ഇത് C/2 ഇത് C/2 ആണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആംഗിളും ഈ ഒരു കോണും C/2 ഡിഗ്രി എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ആംഗിളും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റിലേഷൻ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യണം. നോക്കൂ മക്കളെ, ഈ കാണുന്ന ഈ ഒരു ഭാഗം നോക്കൂ, അതാണ് ഈ കാണുന്നത്, ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു ആംഗിളും സെയിം ആയിട്ടായിരിക്കും വരിക അല്ലേ? അപ്പോൾ ഇത് 80 ഡിഗ്രി, ടോട്ടൽ നമുക്കറിയാം 180 ഡിഗ്രിയാണ്. അതിൽ ഈ ഒരു ആംഗിൾ 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്ന് 80 മൈനസ് ചെയ്യുന്നതാണ് ആണല്ലോ. 180 ഡിഗ്രിയിൽ നിന്ന് 80 മൈനസ് ചെയ്യുന്നതാണ്. ഇനി ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹാഫ് കണ്ടെത്തിയാൽ മതി, അതിൻ്റെ പകുതി കണ്ടെത്തിയാൽ മതി. 180 ഡിഗ്രിയിൽ നിന്ന് 80 മൈനസ് ചെയ്യുന്ന സമയത്ത് 100 കിട്ടുക. 100ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, 100ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. 100ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, 50 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ ഈ ഒരു ആംഗിൾ നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ഫിഗറിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ വരച്ച ഈ ഫിഗറിലേക്ക് നോക്കൂ. ഈ ഒരു ആംഗിൾ നമ്മൾ C/2 ആണെന്ന് പറഞ്ഞു, ഈ ആംഗിൾ C/2 ആണെന്ന് പറഞ്ഞു, ഈ ആംഗിൾ C/2 അല്ല. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന 3 ആംഗിൾസും സെയിം ആയിട്ടല്ലേ വന്ന്. ആ റിലേഷൻ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ Q കിട്ടി, കോൺ Q കിട്ടി. എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി, 50 ഡിഗ്രി. പറഞ്ഞു മനസ്സിലായോ? ഇത് തന്നെ ഇപ്പുറത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇത് 70 ഡിഗ്രി. ഇനി ഇത് രണ്ടും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ നിന്ന് 70 മൈനസ് ചെയ്തു. 180 ഡിഗ്രിയിൽ നിന്ന് 70 മൈനസ് ചെയ്തു അല്ലേ? എന്നിട്ട് അതിൻ്റെ ഹാഫ് കണ്ടെത്തി. 180 ഡിഗ്രിയിൽ നിന്ന് 70 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 110 ഡിഗ്രി എന്ന് കിട്ടും. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയത് 55 ഡിഗ്രി എന്നും അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ കിട്ടുന്നതും 55 ഡിഗ്രിയാണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു ആംഗിൾ 70, ഇത് 55, ഇത് 55. നോക്ക്, ഈ റിലേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്ക്. ഈ 3 റിലേഷൻ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്ക്. ഇത് 55, ഇത് 55. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാ? 55 ഡിഗ്രി. ഓക്കെ ആണോ? ദെൻ നമുക്ക് ഈ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താനാ ക്വസ്റ്റ്യൻ.
അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ 50 എന്ന് കിട്ടി, ഈ ഒരു ആംഗിൾ 55 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ആംഗിൾ പി ആണ്, അല്ലേ? എങ്ങനെ ആംഗിൾ പി കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 50യും 55ഉം മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിൾ കിട്ടും, അല്ലേ? അപ്പോൾ 180 മൈനസ് 50 പ്ലസ് 55 എന്ന് പറയുന്നത് എത്രയാ? 105 ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ ആ ആംഗിൾ നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടും. 75 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 50, 55, 75 ഇത് തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താനാണ്, പി ക്യു ആറിൻ്റെ എല്ലാ കോണുകളും കണ്ടെത്താനായിരുന്നു. അതിപ്പോൾ കിട്ടി. ഒന്ന് 50 ആണ്, ഒന്ന് 55 ആണ്, അടുത്തതൊന്ന് 75 ഡിഗ്രിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ. ചിത്രത്തിൽ ഒ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ആൻഡ് പി എ പി ബി ആർ ടാൻജൻസ്. പി എയും പി ബിയും വൃത്തത്തിൻ്റെ തൊടുവരകളാണ്. ദെൻ ഇഫ് ആംഗിൾ പി എ ബി ഈക്വൽ ടു 50 ഡിഗ്രി, പി എ ബി എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ, 50 ഡിഗ്രി ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ആംഗിൾ സി ആൻഡ് വാട്ട് ഈസ് ആംഗിൾ എ ഒ ബി. ആംഗിൾ സിയും ആംഗിൾ എ ഒ ബിയും കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആംഗിൾ പി ബി എ. പി ബി എ എന്ന് പറഞ്ഞ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ പി. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമേ അല്ല, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കൂലേ ഈ ഒരു ആംഗിൾ വരിക, അല്ലേ? നേരത്തെ പഠിച്ചിരുന്നു, ഇത് നമ്മൾ സി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ആംഗിൾ C/2 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 50യുടെ ഡബിൾ എന്ന് പറയുന്നത് ഇത് 100 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ 100 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ഇത് 50. അപ്പോൾ ഈ ഒരു ആംഗിൾ 50 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതല്ലേ? ഈ ആംഗിൾസ് സെയിം ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞതാ, അല്ലേ? ഇത് C/2, ഇത് C/2, ഇത് C/2, അങ്ങനെ ആ 3 ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി, അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി. ഇനി നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ അതിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ ബാക്കിയുണ്ടാവുള്ളൂ, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ആംഗിൾ സി. ആംഗിൾ സി കിട്ടി, 50 ഡിഗ്രി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ എ ഒ ബി എന്താ? എ ഒ ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, അല്ലേ? ഇത് 50 ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, ഇത് 50 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഈ ഒരു ആംഗിൾ വരിക, 100 ഡിഗ്രി. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ പി ബി എ. പി ബി എ ദാ അവിടെ എഴുതിയിട്ടുണ്ട്. എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നമുക്ക് എഴുതാനുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ സി. കോൺ സി എത്രയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അനുസരിച്ച് ഈ ഒരു ആംഗിളും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. ഈ റേഡിയസ് ടാൻജൻസ് ചേർന്നുണ്ടാവുന്ന ഈ ഒരു കോണും, അതുപോലെ റേഡിയസ് തമ്മിൽ ചേർന്നുണ്ടാവുന്ന ഈ ഒരു ആംഗിളും ടാൻജൻസ് ചേർന്നുണ്ടാവുന്ന ഈ ഒരു ആംഗിളും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇത് 100 ഡിഗ്രി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, അല്ലേ? ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുക. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്ന് ആ 100 മൈനസ് ചെയ്താൽ മതി, അല്ലേ? 180 ഡിഗ്രി മൈനസ് 100, 180 ഡിഗ്രി മൈനസ് 100, 180 ഡിഗ്രിയിൽ നിന്ന് 100 കുറയ്ക്കുക. എത്ര ഡിഗ്രിയാണ് കിട്ടുക? 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു കോണ് 80 ഡിഗ്രി. ഓക്കെ, അതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, എ ബി സി ഈസ് എ ട്രയാങ്കിൾ ഫോംഡ് ബൈ ടാൻജൻസ് അറ്റ് ദ പോയിന്റ് പി ക്യു ആർ. ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ ക്യു പി ആർ ഈക്വൽ ടു 60 ഡിഗ്രി. ചിത്രത്തിൽ പി ക്യു ആർ എന്നീ ബിന്ദുക്കളിലെ തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ത്രികോണമാണ് എ ബി സി. അതിൽ കോൺ പി ക്യു ആർ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്, കോൺ ക്യു പി ആർ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി ആർ ക്യു. പി ആർ ക്യുവിൻ്റെ അളവ് എത്രയെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എവിടെയാണ് പി ആർ ക്യു കിടക്കുന്നത്? പി ആർ ക്യു എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്, ഈ ഒരു കോണാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 3 ആംഗിൾസ് സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടെത്താൻ 180 ഡിഗ്രിയിൽ നിന്ന് ആരൊക്കെ മൈനസ് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് ഈ 60നെയും ഈ 70നെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു കോണ് നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? എങ്ങനെയാണ് കിട്ടുക?
ഇതിൽ പി ആർ ക്യു ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പി ആർ ക്യു എന്ന് പറയുന്നത് 3 ആംഗിൾസും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. ആ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 60യും 70യും അല്ലേ, 60യും 70യും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 130 എന്നാണ് കിട്ടുക. ആ 130 മൈനസ് ചെയ്യുമ്പോൾ ആ ഒരു ആംഗിൾ 50 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയിലെ എല്ലാ കോണുകളും കണ്ടെത്തുക. ഏതാ ട്രയാങ്കിൾ എ ബി സി? ഏതാണ് ത്രികോണം എ ബി സി എന്ന് പറയുന്നത്? ദാ ഈ കാണുന്നതാണ് അല്ലേ. ഇതിൻ്റെ എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യങ്ങളിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടെത്തിയത്. ഓക്കെ, ഇത് തന്നിരുന്നു, വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തന്നിരുന്നു, അത് വെച്ചിട്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടെത്തിയത്. ഇത് നേരെ ഓപ്പോസിറ്റാ. ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്, വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടെത്തണം, വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കിക്കേ. നോക്ക്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു ആംഗിൾ 60 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 60 ആയിരിക്കും വരിക അല്ലേ. ഈ ഒരു ആംഗിൾ 60 ആയിരിക്കും വരിക. ഈ 3 ആംഗിൾ സെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞതല്ലേ നേരത്തെ. അപ്പൊ ഇത് 60, ഇത് 60, ഇത് 60. ഇനി ഇത് കണ്ടെത്തിക്കൂടെ? എടോ, ഈ 3 ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാ വരിക അല്ലെ, 180 ഡിഗ്രിയാ വരിക. അതിൽ ഇത് 60ഉം 60, 120. അപ്പൊ ആംഗിൾ സി കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആംഗിൾ സി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് 60 + 60 120 മൈനസ് ചെയ്യുക. അപ്പോൾ ആ ആംഗിൾ നമുക്ക് കിട്ടും എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെ നമുക്ക് മറ്റതും കാണാം. നോക്ക്, ഇത് 70, അപ്പം ഇത് 70, ഇതും 70 അല്ലേ. ഇത് രണ്ടും 70, 70, 70, 140. അതിന്ന് ആംഗിൾ എ കണ്ടെത്തിക്കൂടെ? 180 ഡിഗ്രിയിൽ നിന്ന് 140 മൈനസ് ചെയ്യുക, 140 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു കോണ് 40 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഈ ആംഗിൾ ബിയും കണ്ടെത്താം അല്ലേ. കാരണം ഇത് 50, ഇത് 50, ഇത് 50 അല്ലേ. 50 ആണേ. 50 + 50 100 അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ 80. ഓക്കെ, 180 ഡിഗ്രിയിൽ നിന്ന് 100 മൈനസ് ചെയ്തു അല്ലേ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിൽ നിന്ന് 100 മൈനസ് ചെയ്തു. 100 മൈനസ് ചെയ്യുമ്പോൾ 80 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇത് 40 ആണ്, ഇത് 60 ആണ്, ടോട്ടൽ 100 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 180ൽ നിന്ന് ഈ 100 മൈനസ് ചെയ്താൽ ഇത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മോട് ചോദിച്ചത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ, എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും എല്ലാ ആംഗിൾസും കണ്ടെത്താനാണ്. അതിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഒരാംഗിൾ 40 ഡിഗ്രി, ഒരാംഗിൾ 60 ഡിഗ്രി, ഒരാംഗിൾ 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ടച്ചസ് ദ സർക്കിൾ അറ്റ് ദ പോയിന്റ് P, Q and R. AB is equal to 8 സെൻറ്റിമീറ്റർ. എ ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ അല്ലേ. ബി സി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ബി സി 7 സെൻറ്റിമീറ്റർ ആണ്. ദെൻ എ സി ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ. എ സി 11 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി പി, പി സി ആൻഡ് എ ആർ. ബി പിയുടെയും പി സിയുടെയും എ ആറിൻ്റെയും നീളങ്ങൾ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എ ബിയുടെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. എത്ര സെൻറ്റിമീറ്ററാ? 8 സെൻറ്റിമീറ്റർ. എ ബി, ഇതാണ് എ ബി. ആ എ ബി 8 സെൻറ്റിമീറ്ററാണ് അല്ലേ. പിന്നെ തന്നത് ഒന്ന് ബി സി ആണ്. ബി സി എത്ര സെൻറ്റിമീറ്ററാ? 7 സെൻറ്റിമീറ്റർ. ബി സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററാണ്. പിന്നെ തന്നതൊന്ന് ഏതാ? എ ആർ എന്ന് പറയും അല്ലേ. എ ആറിൻ്റെ എ സിയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. എ സി 11 സെൻറ്റിമീറ്റർ. ഇനി കണ്ടെത്താനുള്ളത് ഏതൊക്കെയാ? ഒന്ന് ബി പി ആണ് അല്ലേ. ആ ബി പിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ബി പിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുത്തു. ദെൻ അടുത്തത് പി സി ആണ്. പി സി എന്ന് പറയുന്നത്, പി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു വൈ എന്ന് കൊടുക്കാം. ഓക്കെ, പി സിയുടെ ലെങ്ത് നമുക്ക് വൈ എന്ന് കൊടുക്കാം. ദെൻ അടുത്തത് എ ആർ ആ ചോദിച്ചത്. എ ആറിൻ്റെ ലെങ്ത് നമുക്കൊരു സെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, സെഡ് എന്ന് കൊടുക്കാം.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതല്ലാതെ വേറെയും മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടെ ഒന്നൊരു എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് കേട്ടോ. ഇതിൽ ബി പിക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കുക, പി സിക്ക് പകരം വൈ എന്ന് കൊടുക്കുക, എ ആറിന് പകരം എന്ത് കൊടുക്കുക, സെഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ പഠിച്ചതാണ് ടാൻജൻസിൽ തൊടുവരയിൽ പഠിച്ചതാണ്. ഒരു സർക്കിളിൻ്റെ പുറത്തുള്ളൊരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും ആവൂലേ, ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കും ആവില്ലേ, ഇത് സെഡ് ആണെങ്കിൽ ഇതും സെഡ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം മക്കളെ, ഈ കാണുന്ന ഫിഗറിൽ ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പെരിമീറ്റർ ചുറ്റളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്താൽ പോരെ, ഈ മുഴുവനായിട്ടും കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ എ ബി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ബി സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ കേട്ടോ. ബി സി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ദെൻ എ സി എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ സം ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ആ പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ ഇവിടെ നോക്കിക്കോ, ദാറ്റ്സ് ഈക്വൽ ടു 7 + 8 + 11. അതാണ് അതിൻ്റെ പെരിമീറ്റർ അല്ലേ. 7 ചുറ്റളവ്, 7ഉം 8ഉം 11ഉം കൂട്ടിയത് അല്ലേ. ആ പെരിമീറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും. ആ പെരിമീറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നോക്കിക്കേ. എടാ, ഈ 2x-ഉം ഈ 2y-യും 2z-ഉം ആഡ് ചെയ്യുന്നതല്ലേ ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്. 2x ഉണ്ട്, 2y ഉണ്ട്, 2z ഉണ്ട്. അതും കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ ആഡ് ചെയ്ത ആരെയാ? ഈ എക്സും വൈയും സെഡും ആണ് ആഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ആഡ് ചെയ്ത് കിട്ടുന്നത് എന്ന് പറയുന്നത് ഈ പെരിമീറ്ററിൻ്റെ ഈ ചുറ്റളവിൻ്റെ ഹാഫ് ആയിരിക്കൂലേ. മനസ്സിലായോ? അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 7, 8, 11 ആഡ് ചെയ്യുന്നത് തന്നെ. എന്നാൽ ആ പെരിമീറ്റർ കിട്ടാൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2x-ഉം 2y-യും 2z-ഉം ആണ്. എന്നാൽ നമ്മളിവിടെ ആഡ് ചെയ്ത ആരെയാ? 1x-ഉം 1y-യും 1z-ഉം ആണ് ആഡ് ചെയ്തത് അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ച ആ പെരിമീറ്ററിൻ്റെ ആ ചുറ്റളവിൻ്റെ ഹാഫ് ആയിരിക്കും വരിക. മനസ്സിലായോ? കാരണം ഒക്കെ ഓരോന്നേ ഉള്ളൂ, ഒരു എക്സും ഒരു വൈയും ഒരു സെഡേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഹാഫാണ് വരിക. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 11ഉം 7ഉം 18, 18ഉം 8ഉം 26. അപ്പോൾ 26/2, 26/2 എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് എടുത്തെഴുതാം, ശ്രദ്ധിച്ചോ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 13 എന്നാണ് കിട്ടിയത്, 13 എന്നാണ് കിട്ടിയത് ആണല്ലോ. ഇനി ഈ ഫിഗറിലേക്ക് നോക്ക്. ഇതിൽ ഈ വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത്, ഇവിടെ നോക്ക്, നിങ്ങൾ ഫിഗറിലേക്ക് നോക്ക്. വൈ പ്ലസ് സെഡ് ദാ ഇതല്ലേ വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത്. ആ വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എത്രയാ? 11 ആണ്. അപ്പോൾ ഇതിൽ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് പ്ലസ് ഈ വൈ പ്ലസ് സെഡിന് പകരം നമുക്ക് 11 എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഇതിൽ വൈ പ്ലസ് സെഡിന് പകരം നമുക്ക് 11 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 13. അപ്പോൾ എക്സ് പ്ലസ് 11 ഈക്വൽ ടു 13 ആണ്. ഇതൊന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്ലസ് 11 എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 13 - 11 ദാറ്റ്സ് ഈക്വൽ ടു 2. മനസ്സിലായോ? അപ്പോൾ എക്സ് കിട്ടി. എക്സ് എത്ര കിട്ടിയത്? 2 എന്ന്. ക്ലിയർ ആയില്ലേ? ആരാണ് ഈ എക്സ്? ഈ എക്സ് എന്ന് പറയുന്നത് ബി പി ആണ് അല്ലേ. അപ്പോൾ ബി പിയുടെ ലെങ്ത് ആണ് കിട്ടിയത് എത്ര? 2. ബി പിയുടെ ലെങ്ത്ത്, ബി പിയുടെ നീളമാണ് കിട്ടിയത് 2. അപ്പോൾ ഒരു ആൻസറായി, ബി പി 2 ആണ്. ഇനി അടുത്തതായതാ പി സി ആണ് അല്ലേ. പി സിയുടെ ലെങ്ത് കണ്ടെത്താൻ ആ ഫിഗറിലേക്ക് നോക്ക്. ഈ ഫിഗറിൽ കിട്ടിയത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 7 ആണ്. എക്സും വൈ ആഡ് ചെയ്യുമ്പോൾ 7 സെൻറ്റിമീറ്ററാണ് കിട്ടുക, 7 കിട്ടുക. അതിൽ എക്സ് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈ എത്രയാ? ഈ 7 ടോട്ടൽ 7 ആണ്. ആ 7 2 മൈനസ് ചെയ്യുന്നതല്ലേ 5 അല്ലേ വരിക. അപ്പോൾ വൈ 5 എന്ന് കിട്ടി. ആരാണ് ഈ വൈ? പി സി. അപ്പോൾ പി സിയുടെ ലെങ്ത്ത് 5. ഓക്കെ, ദെൻ അടുത്തത് എ ആറും കൂടെ കണ്ടെത്തിയാൽ മതി അല്ലേ. അപ്പോൾ എ ആറ് ഫിഗറിലേക്ക് നോക്ക്. ഇത് 5, ഇത് 5, വൈ 5 ആണ്. സെഡ് ആണ് എ ആർ എന്ന് പറയുന്നത് അല്ലേ. സെഡ് ആണ് എ ആർ എന്ന് പറയുന്നത്. നോക്ക് മക്കളെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11 ആണ്.
അതിൽ ഇത് 5 ആണ്. അപ്പൊ ഈ Z എന്ന് പറയുന്നത് എത്രയാ? 6 അല്ലേ വരിക? അല്ലേ? Z എന്ന് പറയുന്നത് 6 അല്ലേ വരിക? ഈ Z എന്ന് പറയുന്നത് 6 അല്ലേ വരിക? അപ്പൊ ARന്റെ ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞു. ARന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. 6 ആണ്. ഓക്കെ, അപ്പോൾ BP കിട്ടിയത് നമുക്ക് 2 ആണ്, PC കിട്ടിയത് നമുക്ക് 5 ആണ്, AR എന്ന് പറയുന്നത് 6 ആണ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻ ദ ട്രയാങ്കിൾ ACB O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ത്രികോണം EACB എന്ന് പറയുന്നുണ്ട്. അതിൽ O എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററാണ്, സർക്കിളിൻ്റെ വൃത്ത കേന്ദ്രമാണ്. ദെൻ AP AQ BC ആർ ടാൻജൻസ്. APയും AQയും BCയും തൊടുവരകളാണ്. ഏതൊക്കെയാണ് ഇതിൽ APയും AQയും BC എന്ന് പറയുന്നത്? ഒന്ന് AP, ഈ AP, പിന്നെ ഒന്ന് AQ, ഒന്ന് BC. ഇതിൻ്റെ ടാൻജൻ്റ് ആണ്, തൊടുവരയാണ്. ഓക്കെ, ദെൻ കുറച്ച് മെഷേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, കുറച്ച് അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. AC തന്നിട്ടുണ്ട് അല്ലേ? AC എത്രയാണ് തന്നത്? AC ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഈ ACയുടെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ തന്നത് ഏതാ? CR തന്നിട്ടുണ്ട് അല്ലേ? CR എന്ന് പറയുന്നത് 4 ആണ്, 4 ആണ്. പിന്നെ ഒന്ന് തന്നത് BR ആണ്. BR എന്ന് പറയുന്നത് 2 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ടാൻജന്റ് AQ? AQ എന്ന് പറഞ്ഞ ടാൻജന്റിന്റെ നീളം എത്ര? AQ എന്ന് പറഞ്ഞ തൊടുവരയുടെ നീളം എത്ര എന്നാണ് പറയുന്നത് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. AC 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് AQവിൻ്റെ ലെങ്ത് ആണ്, AQവിൻ്റെ നീളമാണ്. നോക്കൂ മക്കളെ, ഇത് 4 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചതല്ലേ? 4. അപ്പം ഇതിൽ AQവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 8ഉം ഈ 4 ആഡ് ചെയ്യുമ്പോഴല്ലേ, കൂട്ടുമ്പോഴല്ലേ AQ കിട്ടുക. അപ്പോൾ AQ ഈക്വൽ ടു 8 + 4, 8 + 4, 8 + 4 ദാറ്റ്സ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ACB? ACB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാം, ചുറ്റളവ് കാണാം. ഏതാ ACB? ഇതാണ് ACB. അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നുള്ളത് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചോ. അതിന് ഇതിൻ്റെ ഓരോ സൈഡ്സും നമുക്ക് അറിയണം അല്ലേ? ഇതാണ് ACB, ഇതിൻ്റെ പെരിമീറ്റർ ആണ്, ചുറ്റളവ് കണ്ടത്. AC നമുക്കറിയാം, AC എത്രയാ? 8 ആണ്. അപ്പോൾ അവിടെ 8 ഉണ്ട്. AC എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ AC 8 ആണെന്ന് അറിയാം. ഇനി അതേപോലെ BC അറിയാം. BC എന്ന് പറയുന്നത് എന്താ? 4ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. 4 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ് അല്ലേ? അപ്പം ഞാനിവിടെ ഒന്ന് എഴുതി വെക്കാം. AC എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ BC എന്ന് പറയുന്നത് 4 + 2 6 ആണ്. പക്ഷേ ഇതിൽ പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്തണമെങ്കിൽ ABയുടെ ലെങ്ത്തും കൂടെ അറിയണ്ടേ അല്ലേ? അപ്പോൾ ABയുടെ ലെങ്ത്തും കൂടെ അറിഞ്ഞാലേ നമുക്കതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്താൻ അറിയൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പൈതഗോറസ് തിയറം ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കണ്ടെത്താം ഈ ABയുടെ ലെങ്ത്ത്. കാരണം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, കർണം കണ്ടെത്താം. ഇനി അതല്ലെങ്കിൽ ഈ AQ എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്, അതിൻ്റെ ലെങ്ത്ത് 12 എന്ന് നമുക്ക് കിട്ടിയതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ APയുടെ ലെങ്ത്തും 12 അല്ലേ? ഈ APയുടെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 അല്ലേ? 12 അല്ലേ? കാരണം ഇത് ടാൻജൻ്റ് ആണ്, ഇതും ടാൻജൻ്റ് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് 12 ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തും 12 ആണ്. ഓക്കെ, ഇത് 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്, BR 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ BP എത്രയാ? 2 സെൻറ്റിമീറ്റർ അല്ലേ? എടോ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 12 ആണ്, അതിൽ ഇത് 2 ആണ് അല്ലേ? ഇത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ABയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 അല്ലേ വരിക? അപ്പോൾ ABയുടെ ലെങ്ത്ത് 10 ആ കിട്ടിയത്. മനസ്സിലായോ? ഇത് 12, ഇതും 12, അതിൽ ഇത് 2. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 12 2 മൈനസ് ചെയ്യുക, 10 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കണ്ടെത്തിക്കൂടെ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 സൈഡ് ആഡ് ചെയ്താൽ പോരെ? ഈ സൈഡ് എന്ന് പറയുന്നത് 8 ആണ്, പ്ലസ് ഈ സൈഡ് എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ്
ഈ സൈഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 10 ആണ്. ഇത് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 8 + 6 എന്ന് പറഞ്ഞാൽ 14, 14 + 10 എന്ന് പറഞ്ഞാൽ 24. ഓക്കെ, അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB? ACB എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക, ഏരിയ കണ്ടെത്തുക അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ, ഇതിൻ്റെ പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാ? ഹാഫ് BH എന്നാണ് അല്ലേ. കാരണം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു മക്കളെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇത് നമുക്ക് ഇത്ര 8 ആക്കി എടുക്കുക. 8 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 8 ആണ്. ഇൻറ്റു കണ്ടെത്തിയതല്ല, ക്വസ്റ്റ്യനിൽ തന്നതാണ് 8 എന്ന്. ഇൻറ്റു ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. 4 + 2 6 അല്ലേ, നമ്മൾ നേരത്തെ എഴുതിയതാ. അപ്പോൾ നോക്കൂ മക്കളെ, 8ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4 ആണ്. 4 × 6 എന്താ? 4 × 6 എന്ന് പറയുന്നത് 24. അപ്പോൾ 24 cm². ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ACB? ഈ ACB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിളിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക, ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ എടോ, നമ്മൾ ഇതിൻ്റെ റേഡിയസ്, ഇൻസർക്കിൾ റേഡിയസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ, R = നമ്മൾ പഠിച്ചിട്ടുണ്ട് A/S ആണ്. അന്തർവൃത്താരം കണ്ടെത്താൻ A/S എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ R = A എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആണ്, പരപ്പളവാണ് അല്ലേ. ഏരിയ പരപ്പളവ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. ഇതല്ലേ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് ഇതല്ലേ. ആ പരപ്പളവ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ അതവിടെ കൊടുക്കുക 24 ബൈ S എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിൻ്റെ പകുതിയാണ്. എടാ നമ്മൾ ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാ? 24 ആണ് അല്ലേ. ആ 24ൻ്റെ ഹാഫാണ് S എന്ന് പറയുന്നത്. അപ്പോൾ S എന്ന് പറയുന്നത് 24ൻ്റെ ഹാഫ് എത്രയാ? 12. അപ്പോൾ 24 / 12 ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പോൾ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. ഈ പല ആൾക്കാരും ഈ ക്വസ്റ്റ്യനിൽ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടെത്താൻ പറയുന്ന സമയത്ത് ഇതിലേക്ക് പോകും. ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടെത്താൻ പറയും. പക്ഷെ അത് ഈ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിൾ അല്ല, അന്തർവൃത്തമല്ല. ഇതിൻ്റെ ഇൻസർക്കിൾ അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ റേഡിയസ് കണ്ടെത്താനാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. ഏത്? A/S. A എന്ന് പറയുന്നത് ഏരിയ, പരപ്പളവ്, അത് 24 ആണ്, ഈ കിട്ടിയതാണ്. ഡിവൈഡഡ് ബൈ S എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിൻ്റെ പകുതി. ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 24 ആണ്, അതിൻ്റെ പകുതി 12. അപ്പോൾ 24/12, 24 / 12. ആൻസർ നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Perimeter of a triangle is 30 centimeter and its in radius 3 centimeter. Then find its area. മലയാളം വഴി നോക്കുക. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 ആണ്. അന്തർവൃത്തത്തിൻ്റെ ആരം 3 ആയാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത്രയും സിമ്പിളാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ലിസൺ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ത്രികോണത്തിൻ്റെ ചുറ്റളവാണ്, പെരിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ S നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? S എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫാ, ചുറ്റളവിൻ്റെ പകുതിയാണ്. 30ൻ്റെ പകുതി എത്രയാ? 15. ഓക്കെ, ദെൻ അന്തർവൃത്ത ആരം, ഇതിൻ്റെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ത്രികോണത്തിൻ്റെ പരപ്പളവാണ്, ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ, പരപ്പളവ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് R × S എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ റേഡിയസ്, ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് 3 ആണ്. 3 × S, പെരിമീറ്ററിൻ്റെ പകുതി, ചുറ്റളവിൻ്റെ പകുതി 15 ആണ്. 3 × 15
എന്താ മക്കളെ 3 into 15 ആൻസർ ഈസ് 45. ഓക്കെ, ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ, പരപ്പളവ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ഇറ്റ്സ് ഇൻ റേഡിയസ്, അതിൻ്റെ അന്തർവൃത്ത ആരം കാണുക എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇൻ റേഡിയസ് കണ്ടെത്താൻ, അന്തർവൃത്ത ആരം കണ്ടെത്താൻ വേണ്ടി ഇതേ ഇക്വേഷൻ തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി എഴുതാം. R ഈക്വൽ ടു A/S എന്നാണ് ഇക്വേഷൻ. R ഈക്വൽ ടു A/S. എ എന്ന് പറയുന്നത് ഏരിയ, പരപ്പളവ്, അത് നമുക്കറിയാം എത്ര സെൻറ്റിമീറ്ററാ? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിൻ്റെ പകുതി. മക്കളെ എസ് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഇതിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 12 ആണ്, അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് 12ൻ്റെ പകുതി 6 ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിൽ കൊടുക്കുക. 18/6 അല്ലേ? വാട്ട് ഈസ് 18/6? 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇൻ റേഡിയസ്, അന്തർവൃത്ത ആരം 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആർ 12 സെൻറ്റിമീറ്റർ ആൻഡ് 9 സെൻറ്റിമീറ്റർ. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കർണത്തിൻ്റെ നീളം എത്രയാണ്? ഫൈൻഡ് ദ ഹൈപ്പോട്ടിനസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. ഇതാണ് ആ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുമല്ലേ? അതാണ് തന്നത്. ഒന്ന് 12 ആണ്, ഒന്ന് 9 ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് കണ്ടെത്തുന്ന ഹൈപ്പോട്ടിനസ്. അപ്പം ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. ഇതാണ് ഹൈപ്പോട്ടിനസ്. കർണം എന്ന് പറയുന്നത് AC ആണ് അല്ലേ? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പൈതഗോറസ് തിയറം അല്ലേ? പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AC സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്, 144 ആണ്. പ്ലസ് 9 സ്ക്വയർ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 225 അല്ലേ കിട്ടുക? 225 അല്ലേ കിട്ടുക? ഇവിടെ വെച്ച് നിർത്തരുത്, കാരണം ഇത് AC സ്ക്വയർ ആണ്. നമുക്കിതിൻ്റെ ഹൈപ്പോട്ടനസ് കർണത്തിനെ മാത്രം മതി. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു 225 ആണെങ്കിൽ AC ഈക്വൽ ടു റൂട്ട് 225 അല്ലേ? എന്താ 225ൻ്റെ റൂട്ട്? 15. അപ്പോൾ ഇതും കിട്ടി, AC കിട്ടി 15, ഹൈപ്പോട്ടനസ് കിട്ടി, കർണം കിട്ടി 15. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് കാണാൻ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാ. ഇതിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടെത്താനാ. B ക്വസ്റ്റ്യൻ. അപ്പോൾ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 സൈഡ്സ് നമ്മൾ ആഡ് ചെയ്യല്ലേ? 3 വശങ്ങൾ കൂട്ടല്ലേ ചെയ്യുക? 12 പ്ലസ് 9 പ്ലസ് 15 അല്ലേ? 12ഉം 9ഉം 15ഉം കൂടെ ആഡ് ചെയ്തു, കൂട്ടി. അത് കൂട്ടുമ്പോൾ നമുക്ക് 36 എന്ന് പറ്റും അല്ലേ? 36 എന്ന് കിട്ടി. അപ്പോൾ ഇത് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ എസ്സും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. കാരണം മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യാനത് ആവശ്യമുണ്ട് അല്ലേ? എസ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ് അല്ലേ? എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്, ചുറ്റളവിൻ്റെ പകുതിയാണ്. അതായത് 36ൻ്റെ പകുതി 36/2 അല്ലേ? അപ്പോൾ 18. ഇതിവിടെ നോട്ട് കേട്ടോ, കാരണം ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ആവശ്യം ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തത് C ക്വസ്റ്റ്യൻ. എന്തായിരുന്നു നോക്കിക്കേ? കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക. ഏരിയ കണ്ടെത്താൻ, പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് BH ആണ് അല്ലേ? അപ്പോൾ A is equal to ഹാഫ് BH ആണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ബേസ് എത്രയാ? 12 ആണ്. അപ്പോൾ 12 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എത്രയാ? 9 ആണ്. 12ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 × 9 54.
അല്ലേ 54 എന്ന് കിട്ടി. അതാണ് അതിൻ്റെ ഏരിയ, പരപ്പളവ് 54. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ? ഡി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ, അല്ലേ? അന്തർവൃത്ത ആരം കാണുക. ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുക. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ ആർ ഈക്വൽ ടു, ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക? ആർ ഈക്വൽ ടു A/S, അല്ലേ? എ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 54 ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞു എസ് നമുക്ക് ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ബി ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അല്ലേ? എത്ര? എസ് 18 ആണ്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 18, അപ്പോൾ ആൻസർ 3 എന്ന് കിട്ടി. അപ്പം അതിൻ്റെ ഇൻ റേഡിയസ്, അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, അടുത്ത ക്വസ്റ്റ്യനിൽ കയറി വരുന്നുണ്ട്, ആ സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ ഗിവൺ ബിലോ. ചുവടെ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം കാണുക. ഇത് മാർക്കിന് കുറച്ച് ഒരു കുറവുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് 2 മാർക്ക്, 2 മാർക്കിൻ്റെ ഒക്കെ ഒരു ചോദ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട്, ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഹൈപ്പോട്ടിനസ് കണ്ടെത്തി, കർണം കണ്ടെത്തി, അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടെത്തി, അതിൻ്റെ ഏരിയ കണ്ടെത്തി, എന്നിട്ടാണ് നമ്മൾ ഇൻ സർക്കിൾ റേഡിയസ് അന്തർവൃത്ത ആരം കണ്ടെത്തിയത്. എന്നാൽ ഇതിൻ്റെ ഈ 3 സൈഡ്സും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഇൻ റേഡിയസ് കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് ബി എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ സർക്കിൾ റേഡിയസ്, അന്തർവൃത്തത്തിൻ്റെ ആരം കണ്ടെത്താൻ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. A+B-C/2, A+B-C/2. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 8 ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 6 ആണ്. ഇനി സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ടി വരും, അല്ലേ? പൈതഗോറസ് തിയറം വെച്ചിട്ട് സി നമുക്കൊന്ന് കണ്ടെത്തി വെക്കാം. ഇത് നമുക്കറിയാലോ, ഇത് 6 ആണ്, ഇത് 8 ആണ്. അപ്പോൾ ഇത് 8 സ്ക്വയറും 6 സ്ക്വയർ ആഡ് ചെയ്യുക, എന്നിട്ട് റൂട്ട് കണ്ടെത്തിയത് കിട്ടും. നമുക്ക് 10 എന്ന് കിട്ടൂലേ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. എന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 + 8 - 10 ഡിവൈഡഡ് ബൈ 2. ഇപ്പം ഇതിൽ 6 + 8 എന്താ? 14 ആണ്. ആ 14 നിന്ന് 10 മൈനസ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലേ? 14 നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. കിട്ടിയോ? നേരിട്ട് കിട്ടിയത് കണ്ടില്ലേ? നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഈ 9ഉം 12ഉം ആഡ് ചെയ്യുക, അല്ലേ? 9 + 12, 9 + 12 - 15 ഡിവൈഡഡ് ബൈ 2. ഇത് 15 ആണ്. 9 + 12 - 15 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 9 + 12 എന്ന് പറയുന്നത് 21 - 15 ഡിവൈഡഡ് ബൈ 2. എന്താ 21 നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. നോക്കൂ, ഇതിൻ്റെ ഇൻ റേഡിയസ് നമുക്ക് കിട്ടിയത് എത്രയാ? 3 അല്ലേ കിട്ടിയത്? ഇതിൻ്റെ അന്തർവൃത്ത ആരം 3 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്യാൻ ഇങ്ങനൊരു മെത്തേഡും കൂടെ ഉണ്ട് കേട്ടോ. ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ നമുക്കിത് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ പറയാം? A+B - C ഡിവൈഡഡ് ബൈ 2. ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക, കൂട്ടുക, എന്നിട്ട് അതിന്ന് ഈ സി മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് കാണുക. അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തത്. അത് വെച്ചിട്ടാണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആണ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതുകൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ചോദിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹൈപ്പോട്ടിനസ് ചോദിച്ചു, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ചുറ്റളവ് ചോദിച്ചു, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏരിയ പരപ്പളവ് ചോദിച്ചു, എന്നിട്ട് 4ാമത്തെ ക്വസ്റ്റ്യനിലാണ് റേഡിയസ് കണ്ടെത്താൻ പറഞ്ഞത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിൽ ഇത് നേരിട്ട് കണ്ടെത്താൻ, അന്തർവൃത്താരം നേരിട്ട് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ റേഡിയസ് നേരിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. A+B - C ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത് ഈ പ്രാവശ്യം ഒരു പുതിയതായിട്ടൊരു ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും
പഠിച്ചിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 13 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ. വശങ്ങൾ 13, 14, 15 ആയ ത്രികോണത്തിൻ്റെ അന്തർവൃത്ത ആരം കാണുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് 3 സൈഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്തർവൃത്ത ആരം ഇൻ റേഡിയസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഇതിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതായിരുന്നു ഇക്വേഷൻ? റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡഡ് ബൈ എസ് അല്ലേ. നമ്മൾ ഈ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ ആദ്യം ഇത് എസ് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് എസ്? എസ് എങ്ങനെ കാണുക? 3 സൈഡ് ആഡ് ചെയ്യുക. 13 പ്ലസ് 14 പ്ലസ് 13 പ്ലസ് 14 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എസ്. അപ്പോൾ 13ഉം 14ഉം ആഡ് ചെയ്യുമ്പോൾ 27, 27ക്ക് 15 ആഡ് ചെയ്തു, 12, 2, 1, 42 കിട്ടി അല്ലേ. 42 ബൈ 2 21. അപ്പോൾ ഈ 21 വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു റൂട്ട് ഓഫ് 21 മൈനസ് എ എന്ന് പറഞ്ഞ ഒരു സൈഡ് 13 ആണ്, 13 അല്ലേ. 13 ഇൻറ്റു 21 മൈനസ് ബി എന്ന് പറഞ്ഞ അടുത്ത സൈഡ് 14 ഇൻറ്റു 21 മൈനസ് അടുത്ത സൈഡ് എത്രയായിരുന്നു? 15 ഡിവൈഡഡ് ബൈ എസ് എന്നാണ്. എസ് 21 ആണ് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ റേഡിയസ് ആരത്തിലേക്ക് കിടക്കും. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 21 മൈനസ് 13. അപ്പോൾ നമുക്ക് 21 നിന്ന് 13 മൈനസ് ചെയ്യുമ്പോൾ 8 അല്ലേ കിട്ടുക. ഇൻറ്റു 21 മൈനസ് 14 7 അല്ലേ കിട്ടുക. 21 മൈനസ് 15 6 ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ 21. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിനെ എങ്ങനെ കട്ട് ചെയ്യാം? ഈ 7 കൊണ്ട് നമുക്ക് 21നെ കട്ട് ചെയ്യാം അല്ലേ. 21ൽ എത്ര 7 ഉണ്ടായിരുന്നു? 3. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ 3 കൊണ്ട് നമുക്ക് 6നെ കട്ട് ചെയ്യാം. എത്ര കിട്ടുക? 2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇവിടെ നോക്കൂ, 8 ഉണ്ട് 2 ഉണ്ട് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു 2 എന്താ? 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ റൂട്ട് 16 എത്രയാണ് കിട്ടിയത്? 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് ഈക്വേഷൻ മറക്കരുത്. റേഡിയസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഓൾ ഡിവൈഡഡ് ബൈ എസ്. ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. റൂട്ട് ഓഫ് എന്നാണ്. ഓൾ ഡിവൈഡഡ് ബൈ എസ് എന്നാണ്. നമ്മുടെ ആൻസർ 4 എന്ന് കിട്ടി. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻസ് ആണ്, വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ എഴുതിയത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ആരം 2.5 സെൻറ്റിമീറ്റർ ആയ വൃത്തം വരച്ച് കേന്ദ്രത്തിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അകലെ ബിന്ദു അടയാളപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് എത്ര തൊടുവരകൾ വരയ്ക്കാം? ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ? ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചോദ്യം ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഒരു സർക്കിളിൻ്റെ പുറത്തുള്ളൊരു പോയിന്റ് അല്ലേ, ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാൻ? നമുക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ആൻസർ. 2 തൊടുവരകൾ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 ടാൻജൻറ്റ്, 2 തൊടുവര. ഇനി ഈ ക്വസ്റ്റ്യൻ, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അളവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ വരയ്ക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം.
ഇപ്പോൾ ആദ്യം സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞത് ആരം പറഞ്ഞത് ശ്രദ്ധിക്കുക 2.5 സെൻറ്റിമീറ്റർ ആണ്. മാർക്ക് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഫിഗറിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമ്മൾ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് 2.5 ആണ്, 2.5 ആണ്. ആ റേഡിയസിൽ ഒരു സർക്കിൾ, ഒരു ടാൻജൻറ്റ് വരച്ചു. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ച് പോവാം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞത്. തൊടുവരകൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്റർ അറിയണം അല്ലേ. ഇത് 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്താൻ ഒരു പ്രശ്നമില്ല. 3 സെൻറ്റിമീറ്റർ അല്ലേ, 3 സെൻറ്റിമീറ്റർ അല്ലേ. എന്നിട്ട് ഇത് സെൻറ്റർ ആക്കി എടുക്കുക. ഓക്കെ, ഇതുവരെയുള്ള ലെങ്ത്ത് കോമ്പസിലെടുക്കുക, അതായത് 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കോമ്പസിലെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ആർക്കും വരച്ചേക്കുക, ഇവിടെ ഒരു ആർക്കും വരച്ചേക്കുക, ഇവിടെ ഒരു ചാപം വരച്ചേക്കുക, ഇവിടെ ഒരു ചാപം വരച്ചേക്കുക. ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇത് സർക്കിളായിട്ട് വരയ്ക്കും, വൃത്തായിട്ട് വരയ്ക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. ഓക്കെ, ജസ്റ്റ് സെൻറ്ററിൽ എടുക്കുക, ഈ ലെങ്ത്ത് ഈ ഒരു നീളം കോമ്പസിലെടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അതല്ലെങ്കിൽ അത് ഫുൾ സർക്കിളായിട്ട് വരച്ചാലും മതി. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ. ഇവിടെ നിന്ന് ഇതാണ് ആ ടാൻജൻറ്റ്, ഈ തൊടുവര ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടാൻജൻറ്റ് വരയ്ക്കുക, തൊടുവര വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടാൻജൻറ്റ് വരയ്ക്കുക, തൊടുവര വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 3 ആക്കി എടുത്തത്. ഇനിയിപ്പോൾ അതിന് പകരം അവിടെ 6.5 ഒക്കെയാണ് പറയുന്നതെങ്കിലോ, ഇപ്പോൾ ഈ 6ന് പകരം നമ്മൾ 6.5 എടുക്കുകയാണെന്ന് വെച്ചോ. 6.5 ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നു എന്ന് വെച്ചോ. 6.5 സെൻറ്റിമീറ്റർ വന്നു എന്ന് വെച്ചോ. ഈ 6ന് പകരം ഇവിടെ 6.5 വന്നു. ഇവിടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് 6 ആയിരുന്നു, അതിന് പകരം നമുക്ക് 6.5 ആണ് വന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ 6.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ നമുക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബസംഭാജി വരയ്ക്കുക. എങ്ങനെ അത് വരയ്ക്കുക? കോമ്പസ് സെൻറ്ററിൽ കുത്തി, ഇതുവരെ ഉള്ള ഈ കോമ്പസ് ഇവിടെ കുത്തിയതിന് ശേഷം കോമ്പസിൽ മോർ ദാൻ ഹാഫ്, ഇതിൻ്റെ പകുതിയിലധികം എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ചാപ്പ്, ഇവിടെ ചാപ്പ് വരച്ചു. ഇനി അടുത്തത് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്കും ഇങ്ങോട്ടൊരു ചാപ്പും വരച്ചു. എന്നിട്ട് അത് ജോയിൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ആർക്കിൻ്റെയോ അല്ലെങ്കിൽ സർക്കിളിൻ്റെയോ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി ഇത് സെൻറ്റർ ആക്കി എടുക്കുക, ഇതുവരെയുള്ള ലെങ്ത്ത് കോമ്പസിലെടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഞാൻ അതല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടൊരു സർക്കിളായിട്ട് വരയ്ക്കുക, നേരത്തെ വരച്ച പോലെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യും. ഓക്കെ, പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇത് 2 രീതിക്കും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിലില്ലെങ്കിൽ പോലും ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ള കാരണം അതാട്ടോ. അതായത് 6.5, ചിലപ്പോൾ 7.5, 5.5 അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻറ്റർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വരയ്ക്കേണ്ടി വരും? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബസംഭാജി വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് draw a circle of radius 3 centimeter, draw a triangle of angles 50 degree, 60 degree with its sides touching the circle. 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ച് കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി ആയതും വശങ്ങൾ വൃത്തത്തെ തൊടുന്നതുമായ ത്രികോണം വരയ്ക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ തന്ന ആംഗിൾസ്, തന്ന കോണുകൾ 50 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ചില ചോദ്യത്തിൽ 3 കോണുകളും തരും, ചില ചോദ്യത്തിൽ 2 കോണുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മിനിമം എത്ര കോണുകൾ വേണമെന്ന് ചെയ്യണമെങ്കിൽ 2 കോണുകൾ ആവശ്യമുണ്ട്, 2 ആംഗിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ ഒന്ന് 50 ഡിഗ്രിയാണ്, ഒന്ന് 60 ഡിഗ്രിയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ആംഗിൾ 180 മൈനസ് ചെയ്യുക. അപ്പോൾ 180 നിന്ന് 50 മൈനസ് ചെയ്യുക,
180 നിന്ന് 50 മൈനസ് ചെയ്യുക. എത്ര കിട്ടുക? 130 ഡിഗ്രി. ഇനി അടുത്തത് 180 ഡിഗ്രിയിൽ നിന്ന് 60 മൈനസ് ചെയ്യുക. എത്ര കിട്ടുക? 120 ഡിഗ്രി. ഇത് വെച്ചിട്ടാണ് നമ്മളിത് വരച്ച് തുടങ്ങുക. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നിട്ടുണ്ടാവും, ആരം തന്നിട്ടുണ്ടാവും, 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സർക്കിൾ വരയ്ക്കുക അല്ലേ. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ചു, സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മളിതിൻ്റെ റേഡിയസ് വരച്ചു, ആരം വരച്ചു. ഓക്കെ. എന്നിട്ട് ഈ കണ്ടെത്തിയ ഈ ആംഗിൾ 180 മൈനസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ 2 ആംഗിളും ഇവിടെ വരയ്ക്കുക. ഇവിടെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പ്രൊട്രാക്ടർ വയ്ക്കുക. ആദ്യം 130 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരയ്ക്കുക. 130 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിട്ട് അടുത്ത ആംഗിൾ എത്ര? അടുത്ത ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരയ്ക്കുക. ഓക്കെ. ഇനി ചില ആളുകൾക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ തോന്നും അല്ലേ, കാരണം അത് സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് എന്താ ചാപ്റ്റർ ഏതാ? ടാൻജൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ജോയിൻ ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യുക? അല്ല, നമുക്ക് ഇതിൽ ടാൻജൻറ്റ് വരയ്ക്കുകയാണ് വേണ്ടത്. ടാൻജൻറ്റ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതാണ്, നമ്മൾ ഇത് 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ, തൊട്ട് മുമ്പ് പറഞ്ഞതല്ലേ. കോമ്പസ് ഇവിടെ കുത്തി, മോർ ദാൻ ഹാഫ് എടുത്തു, ആർക്ക് വരച്ചു, ഇവിടെ കുത്തി, ആർക്ക് വരച്ചു, ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാൻജൻറ്റ് അല്ലേ. ഇനി ചില ആളുകൾ ഇത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാറുണ്ട്. എങ്ങനെ വരച്ചാലും വേണ്ടിയില്ല, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ടാൻജൻറ്റ് വരച്ചു. ഇനി അടുത്ത ടാൻജൻറ്റ് ഇവിടെ ഇതേപോലെ തന്നെ അടുത്ത ടാൻജൻറ്റും വരയ്ക്കുക. ഇതിവിടെ ടച്ച് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ ടാൻജൻറ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ടാൻജൻറ്റ്, അടുത്ത ടാൻജൻറ്റ് വരയ്ക്കുക. ഞാൻ പറഞ്ഞു ആ ടാൻജൻറ്റ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞതാണ്. ഇതേ രൂപത്തിൽ ഇവിടുന്ന് ടാൻജൻറ്റ് വരയ്ക്കുക, ഈ പോയിന്റിലൂടെയും ടാൻജൻറ്റ് വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഒന്നുകൂടെ പറയാം, ഇത് വരയ്ക്കുന്ന സമയത്ത് ഞാൻ കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഞാൻ ചില ആളുകൾ ഇത് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ വരയ്ക്കുന്ന ആളുകൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ സ്കെയിൽ വെക്കുക, എന്നിട്ട് ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ. എങ്ങനെ വരച്ചാലും വേണ്ടിയില്ല, ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? റേഡിയസും ടാൻജൻറ്റും ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ. ഇനി ഇതിൻ്റെ ആംഗിൾ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ആംഗിൾ 130 ഡിഗ്രിയാണ് അല്ലേ, 130 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഈ ഒരു കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഇത് 120 ഡിഗ്രി, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾ കിട്ടിയില്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കോണുകൾ കിട്ടിയില്ലേ? ഒന്ന് 50, ഒന്ന് 60. മനസ്സിലായോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, draw the triangle with the sides 7 cm, 8 cm, 9 cm and draw its in circle. വശങ്ങൾ 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക. ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മൾ വരയ്ക്കുന്ന പല ആളുകൾക്കും ഇത് ക്ലിയർ ആയിട്ട് വരാറില്ല. അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് മുമ്പ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ വരയ്ക്കുന്നത് അത്രയും ആക്യുറേറ്റ് മെഷറായിരിക്കണം, അത്രയും കൃത്യ അളവായിരിക്കണം. രണ്ടാമത്തെ കാര്യം, എല്ലാവരുടെയും പെൻസിൽ നല്ലോണം കൂർപ്പിച്ച നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിലായിരിക്കണം. ഈ പെൻസിലിൻ്റെ ഷാർപ്നെസ് കുറവാണെങ്കിൽ പോലും ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്, ഇത് വരയ്ക്കുന്നതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇനി വരയ്ക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് പറഞ്ഞിരിക്കുന്നത്, വശങ്ങൾ പറഞ്ഞിരിക്കുന്നത് 7, 8, 9 ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന തരത്തിലുള്ള ട്രയാങ്കിൾ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ അതിൽ ഇപ്പോൾ ഇതിൽ 3 സൈഡും തരിക ചെയ്തത്. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യാറുള്ളത്? ഒരു സൈഡ് തരും, എന്നിട്ട് അതിൻ്റെ 2 ആംഗിൾസ് തരും. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ട്രയാങ്കിൾ ആദ്യം വരച്ച് വെക്കുക. എന്നിട്ട്
ആണ് ആ അടുത്ത ബാക്കിയുള്ള നമ്മൾ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകളൊക്കെ അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന മെഷേഴ്സ് വെച്ചിട്ടുള്ളതാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ ആണ്, ആ 7 സെൻറ്റിമീറ്റർ വരച്ചു. അടുത്തൊരു സൈഡ് 8 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 9 സെൻറ്റിമീറ്ററും ആണ് അത് വരയ്ക്കുന്നത്. നമുക്കറിയുന്നതാണ് നമ്മുടെ പൊട്രാക്ടറിൽ നമ്മുടെ കോമ്പസിൽ 8 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു. അടുത്തത് ഇവിടെ കുത്തി, അടുത്ത 9 പറഞ്ഞത് അല്ലേ, അപ്പോൾ അത് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു, 9 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരച്ചു. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് 7 ആണ്, ഇത് 8 ആണ്, ഇത് 9 ആണ്. ഇനി ഇതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാൻ അന്തർവൃത്തം വരയ്ക്കാനാണ് അടുത്തത് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ആംഗിളിന് ബൈസെക്ടേഴ്സ് വരയ്ക്കുക, സമഭാജികൾ വരയ്ക്കുക. എങ്ങനെയാണ് വരയ്ക്കുക? കോമ്പസ് ഇവിടെ കുത്തി ഏതെങ്കിലും ഒരു അളവ്, ഇന്ന അളവ് വേണമെന്നൊന്നുമില്ല, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ആ കോമ്പസിൽ ഏതെങ്കിലും ഒരു അളവിൽ നമ്മൾ ഇവിടെ ഒരു ആർക്കും വരച്ചേക്കുക, ഇവിടെ ആർക്കും വരച്ചേക്കുക. പക്ഷേ ഇത് രണ്ടും വരയ്ക്കുന്ന ഒരേ മെഷറായിരിക്കണം കേട്ടോ, ഒരേ അളവിലായിരിക്കണം. ഇന്ന അളവ് വേണമെന്നില്ല, പക്ഷേ ഇത് വരയ്ക്കുന്നത് രണ്ടും ഒരേ അളവിലായിരിക്കണം. കോമ്പസിൽ ഇപ്പോൾ 3 ആണുള്ളെങ്കിൽ ഇത് രണ്ടും 3 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 2 ആർക്ക് വരച്ചു. എന്നിട്ട് ശരിക്കും പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തിൻ്റെ മോർ ദാൻ ഹാഫ് വേണമെന്നാണ് പറയുക, പകുതി കൂടുതൽ വേണമെന്നാണ് പറയുക. പക്ഷേ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന അളവ് തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരാർക്കും ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരാർക്കും വരയ്ക്കുക. എന്നിട്ട് കറക്റ്റ് ഈ പോയിന്റ് തന്നെ ആയിരിക്കണം, കറക്റ്റ് ഈ പോയിന്റ് കൂടെ തന്നെ പാസ് ചെയ്യണം. സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈനായിട്ട് വരച്ചേക്കുക, കുറച്ച് നീട്ടിയായിട്ട് വരച്ചേക്കുക. അപ്പോൾ അതാണ് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ. അടുത്തത് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ, ഈ കോണിൻ്റെ സമഭാജി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരളവ് കോമ്പസിലെടുത്തു, ആർക്ക് വരച്ചു, ആർക്ക് വരച്ചു, ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു, ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു, എന്നിട്ട് അതും ജോയിൻ ചെയ്തു. ഓക്കെ, ഞാൻ പെൻസിൽ ഷാർപ്പൻ ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം ചില ആളുകൾ പെൻസിൽ ഷാർപ്പൻ അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യില്ല, അപ്പോൾ അതുവരെ ഈ ഫിഗറിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്തത് വരച്ചത്. ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് അല്ലേ, വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഇതിൽ സർക്കിൾ വരയ്ക്കണമെങ്കിൽ, വൃത്തം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു റേഡിയസ് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. ആ റേഡിയസ് എവിടെ നിന്നാണ് കിട്ടുക? മക്കളെ നോക്കൂ, ശ്രദ്ധിക്കൂ. 2 രീതിയിൽ അത് വരയ്ക്കാറുണ്ട്. ഒന്നിതാണ് കോമ്പസ് ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്കും വരച്ചു, അതേ ആർക്ക് ഇവിടേക്കും വരച്ചു അല്ലേ. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്കും ഇവിടേക്ക് ഒരു ആർക്കും വരച്ചു. ഇനി ഇതുവരെയുള്ള ഭാഗം ഇതിൻ്റെ കോമ്പസ് ഇവിടെ കുത്തി ഇത് ഇങ്ങോട്ടുള്ളതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്കും വരയ്ക്കുക, ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്കും വരയ്ക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും, ലംബ സമഭാജി ആയിരിക്കും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാവും, 90 ഡിഗ്രിയിലായിരിക്കും അത് പാസ് ചെയ്തിട്ടുണ്ടാവും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നില്ല, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാവും പാസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ റേഡിയസ് ടാൻജൻ്റ് ഇതിൻ്റെ ആരെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ വരച്ചിരിക്കുന്ന തൊടുവരയ്ക്ക് ലംബമായിട്ടായിരിക്കണം, 90 ഡിഗ്രിയിലായിരിക്കണം ഉണ്ടാവുക അല്ലേ. അപ്പോൾ കോമ്പസ് ഇനി ഇവിടെ കുത്തുക, ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻസർക്കിൾ. മനസ്സിലായോ? ഇനി ഇതേ തന്നെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുന്നത് അത്രയും ആക്യുറേറ്റ് ആണെങ്കിൽ ആ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഈ ലൈനോട് ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക, നീക്കി കൊണ്ടുപോയിട്ട് ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് ജസ്റ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇത് 90 ഡിഗ്രി ആവൂലേ. സെറ്റ് സ്ക്വയർ ഇങ്ങനെ കൊണ്ടുപോകുന്ന സങ്കല്പിക്ക് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇത് കോമ്പസിൽ എടുത്തിട്ട് വരച്ചിട്ടുണ്ടെങ്കിലും ഇതേ ഇൻസർക്കിൾ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് 2 രീതിക്കും വരയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 രീതിയിലും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞത് ഓരോ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ അതിൻ്റെ ഓരോ പോയിന്റ്സും പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.